മാറ്റി ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. കളത്തിലെടുത്ത നീ ഓണാക്കിയേ. പിള്ളേരെ, നിങ്ങൾ എൻ്റെ ഇടയ്ക്ക് ചോദിച്ചായിരുന്നു എൻ്റെ ജോലി എന്താണ്. നമ്മുടെ ജോലി ടയർ പണിയാണ്. ഞാൻ നിങ്ങളൊരു വീൽ അഴിക്കുന്നതും അത് ഇടുന്നതും ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മൾ പിക്കപ്പാണ് വന്നേക്കുന്നത്. 21-ൻ്റെ വീലിനായിട്ടാണ് അതിന് വേണ്ടത്. അത് ഇവിടോട്ട് കയറ്റി വയ്ക്കുക, അത് കറക്റ്റ് ആക്കുക. ഇനി അടിയിൽ കയറി ആക്കി കേട്ടോ. അവിടെ ജാക്കിയൊക്കെ പിള്ളേരെ കാണിയില്ല, നീ വെച്ചാൽ മാത്രം പോരാ. ജാക്കിയൊക്കെ ഉണ്ട് കണ്ടോ. അതിനടി പ്ലേറ്റിനടിയിലെ പിള്ളേരെ നമ്മൾ ജാക്കി വെക്കുന്നത് കണ്ടോ. ജാക്കി വെക്കണം, വണ്ടി പൊക്കണം. പണ്ടത്തെ പരിപാടി ഒന്നുമല്ല, എയർ ഗണ്ണുകൊണ്ടൊക്കെയാണ് പരിപാടി. വളർന്നു വരുന്ന ഒരു യൂട്യൂബറാണ് ഈ ടയർ അഴിക്കുന്നത്. എന്റെ ഫാൻസ് ഇത് അറിഞ്ഞുണ്ടല്ലോ. ഇതാണ് വാൽപ്പിന് അഴിക്കുന്ന ഡൈ. ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടും, എന്നിട്ട് അവിടെ കൊണ്ട് ചിലവാക്കും. എവിടെ? നമ്മുടെ വണ്ടിയിൽ. ഞാൻ എല്ലാവരോടും പറയും, നമ്മുടെ ബസ് ഭയങ്കര ലാഭമുള്ള പരിപാടിയാണ്. ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് അവിടെ കൊണ്ട് കളയുന്നു. പക്ഷെ ചിലർക്കും മനസ്സിലാകത്തില്ല. സുഹൃത്തുക്കളെ, നിങ്ങൾ വണ്ടി എടുക്കണം, വണ്ടിയെ ഇഷ്ടപ്പെടണം, കുറച്ച് പൈസ കയ്യിൽ നിന്ന് കളയണം. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, പൈസ ഇല്ലാത്തതിന് പറ്റിയ പരിപാടിയല്ല. പൈസ ഉള്ളവനെ കൊണ്ട് നടക്കത്തുള്ളൂ. ഇത് പിക്കപ്പിന്റെ ടയറായതുകൊണ്ട് ഇത്രയും പാടുപെട്ട് അഴിച്ചോണ്ടിരിക്കുന്നത്. സാധാ കാറിന്റെ ടയറാണ്, ഇതിന്റെ 4 പാടില്ല. നമ്മളങ്ങനെ പിക്കപ്പ് ഒന്നും ഇവിടെ ചെയ്യത്തില്ല. ഇത് നമ്മുടെ ജിസിത്തിന്റെ ബസ് അറിയത്തില്ലേ, അവന്റെ ആയതുകൊണ്ട് ഞാൻ എടുക്കുന്നുള്ളത്. എന്റെ പിക്കപ്പ് കാറിന് വന്നിട്ടൊന്നും ചെയ്യുന്നില്ല. ഓമലൊരു VIP സെഗ്മെന്റിൽ ഓടുന്ന ഒരേ ഒരു ടയർ കടയാണ് ചെറുതാ. കമ്പനിക്ക് ഇഷ്ടപ്പെടാത്ത പണി കമ്പനി എടുക്കത്തില്ല. കാണുമ്പോ നിസാറാ, പക്ഷേ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടി. പിന്നെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് സ്പീഡ്. എൻ്റെ അനിയന്മാരുണ്ട് കുറെ കാണാം, വെറുതെയാ അത്യാവശ്യം ചെയ്യുന്നതിന്റെ പകുതി പിള്ളേർ ചെയ്യത്തില്ല. നമ്മൾ ഏത് ടയർ വാങ്ങിച്ചാലും ടയറിനകത്തിൽ അഴുക്ക് വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. അഴുക്കുണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞിട്ടേ ചെയ്യാവില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും അത് പഞ്ചറാവും. അന്നേരം നമ്മൾ തന്നെ അഴിക്കും. പിന്നെ ടയർ കറുത്തതായതുകൊണ്ട് ശകലം വെളുക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി പൗഡറൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. എല്ലാ ട്യൂബും ടയർ ഒട്ടാതിരിക്കാനല്ല കേട്ടോ. വീഡിയോ എന്റെ ഫാൻസ് ഇത് അറിഞ്ഞുണ്ടല്ലോ. ഇനി ആരും എന്നോട് ചോദിക്കരുത് എന്റെ ജോലി എവിടെ നിന്ന്, എനിക്ക് എവിടുന്ന പൈസ.
പിക്കപ്പിന് ബാക്കിൽ നമ്മളൊരു 80 കൊണ്ട് കാറ്റടിക്കണം. അതെല്ലാം അറിയാമോ? വണ്ടിയായിട്ട് ബന്ധമുള്ളവരെല്ലാം അത് കാണുന്നത്. ഓരോ വണ്ടിക്കും ഓരോ അളവാണ്, ഫ്രണ്ടിലൊരളവ് ബാക്കിലൊരളവ്. അത് നമ്മൾ പരുവം പോലെ വണ്ടി കണ്ടിട്ടാണ് നമ്മൾ കാറ്റ് നിശ്ചയിക്കുന്നത് കേട്ടോ. ചിലരുണ്ട് ടിവിയും ഫ്രിഡ്ജും മാത്രം ഉപയോഗിക്കുന്ന കുറച്ച് വണ്ടികളുണ്ട്, അവർക്ക് കുറച്ച് മതി. ഇതിപ്പോൾ അത്യാവശ്യം മെറ്റീരിയൽ സാധനങ്ങളെ കൊണ്ടുവന്ന വണ്ടിയാണ്, കുറച്ച് കൂടുതൽ കാറ്റ് വേണം. കംപ്രസർ ഹെലികോപ്റ്റർ പറക്കുന്നതല്ല, കംപ്രസർ ഓണായ സൗണ്ടാകട്ടോ. തൊട്ട ഉടനെ കാറ്റ് കയറുന്ന വീഡിയോ അല്ല, അതിനകത്ത് കുറച്ച് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. കാറ്റ് കയറാൻ ഏകദേശം 2 മിനിറ്റോളം എടുക്കും. അല്ല 80 കൊണ്ട് കാറ്റ് പോകട്ടെ, 5 കൊണ്ട് കാറ്റ് പോലും ആവത്തില്ല. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ഈ 80 കൊണ്ട് കാറ്റ് ഇതിനകത്ത് അടിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർക്ക് തേൻ കൊടുക്കത്തില്ല, അതേപോലെ വാൽപ്പിന് തേൻ കൊടുത്ത് നോക്കണം. ഈ ലോഡും വെച്ച് വഴി കിടക്കും, നമ്മൾ തന്നെ പോയി അഴിച്ച് മാറേണ്ടത്. എന്നെ കിട്ടുന്നുണ്ടോടി, എൻ്റെ ഫ്രാൻസ് എന്നെ കാണുന്നുണ്ടോടി. നമ്മൾ നട്ടെല്ലാം കൈകൊണ്ട് കുറച്ച് മുറിക്കിട്ട് വേണം കണ്ണ് വെച്ച് അടിക്കാൻ, എല്ലാം ത്രെഡ് പോകും. എന്നിട്ട് പിന്നെ കറങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇത്ര ഉള്ളൂ ഒരു ടയർ നിറയ്ക്കുന്ന പരിപാടി. ഇനി നമ്മൾ ജാക്കിലാക്കുക. വീഡിയോ എടുത്തു തന്നത് നമ്മുടെ ചങ്ക് ആരോണാണ്, അനിയനാണ്, പൊട്ടനാട്ടോ, ആരും വിശ്വസിക്കേണ്ട.